പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ എറണാകുളത്ത് നിന്നും കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ 4 വർഷങ്ങളിൽ കൂടുമ്പോൾ നടക്കുന്ന മാമാങ്കം, ഭൂമി എന്ന രാജ്യത്തിൽ അല്ലെങ്കിൽ വേൾഡിൽ നടക്കുന്ന ഏറ്റവും വലിയ കായിക മാമാങ്കം, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന, ആരാധിക്കുന്ന ഏറ്റവും വലിയൊരു സ്പോർട്സാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് രാത്രി 12:30 മെക്സിക്കോയിൽ നടക്കാൻ പോണത്. മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമായിട്ട് നടക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉദ്ഘാടന മഹാമഹം പ്രമാണിച്ച് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും, പ്രത്യേകിച്ച് ഞാനും നിങ്ങളെയും പോലുള്ള കേരളത്തിലെ ഈ ഫുട്ബോൾ ആരാധകർ, നമ്മളെല്ലാവരും പല രാജ്യങ്ങളുടെയും പ്രതിനിധികളാകുന്ന ഒരു പ്രത്യേക ദിനമാണ്. ഞാനൊരു കട്ട ശക്തമായ ബ്രസീൽ ഫാനാണ്. അതുപോലെ തന്നെ അർജൻറ്റീനൻ ഫാനുണ്ട്, ഇവിടെ ജർമ്മൻ ഫാനുണ്ട്, ഫ്രാൻസിൻ്റെ ഫാൻസുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗലിൻ്റെ ഫാനുണ്ട്, നെതർലാൻഡിൻ്റെ ഫാൻ വരെ ഉണ്ട്. എന്നാലും ലോകത്തുള്ള മിക്ക ഫുട്ബോൾ കൺട്രികളുടെയും ഫാനുകളുള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കേരളമായിരിക്കും. മലയാളികളായ 4 മലയാളികൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ, മലയാളികളെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ ഇന്ന് വേൾഡ് കപ്പ്, മറ്റേ ഖത്തറിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. 2 തമിഴ് വംശജർ ന്യൂസിലാൻഡിലും പിന്നെ DR കോങ്കോക്കും വേണ്ടി കളിക്കുന്നുണ്ട്. പിന്നെ ഒരു പഞ്ചാബി ഏതോ ഒരു ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. കാനഡയാണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഇന്ത്യ ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിലും ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ കളി മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും കൂടി തമ്മിലുള്ളതാണ്. സൗത്ത് ആഫ്രിക്ക 2010 അവർ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ക്വാളിഫൈ ആയ ടീമാണ്. ക്വാളിഫയിങ് ടീം അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ടൂർണമെൻ്റൊന്നും കളിച്ച് വന്ന ടീമല്ല 2010 കളിച്ചത്. പക്ഷേ ഇത്തവണ ഭയങ്കര വ്യത്യാസമുണ്ട്. സൗത്ത് ആഫ്രിക്ക ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 2010 ടീമിനെക്കാളും കുറേയും കൂടി സ്റ്റാൻഡേർഡുള്ള ടീമാണ്. അവർ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നിന്ന് വരുന്നതാണ്. നല്ല കളിക്കാരുണ്ട്. ഏത് രീതിയിലോ നോക്കിക്കഴിഞ്ഞാലും 2010 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെൻറ്റിലുള്ള കളിക്കാരെക്കാളും കഴിവുള്ള കളിക്കാരാണ്. അവർ ക്വാളിഫിക്കേഷൻ റൗണ്ട് വിജയിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. കുറച്ച് നല്ല കളിക്കാരുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിലൊക്കെ കളിക്കുന്ന ഓബേഡ് വാജസ് എന്ന് പറഞ്ഞ ഒരു വലിയ കളിക്കാരനുണ്ട്. അങ്ങനെ ലോകത്തുള്ള പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന കളിക്കാരാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരത്ര ചെറുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. മെക്സിക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നവരെ, മെക്സിക്കോ 2 പ്രാവശ്യം വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോളിൽ മിക്കവാറും എല്ലാ മത്സരങ്ങളും അവർ കളിച്ചിട്ടുണ്ട്, ക്വാളിഫൈ ആകാറുണ്ട്. പക്ഷെ അവർ ഹോസ്റ്റ് ചെയ്യണ 2070-ലും 2086-ലും 70-ൽ ബ്രസീൽ ജയിച്ചതാണ്.
അതുപോലെ തന്നെ 86-ലും മാറഡോണയുടെ അർജൻറ്റീന ജയിച്ചതാണ്. ആ 2 വേൾഡ് കപ്പുകളിലും മെക്സിക്കോ അവരുടെ നാട്ടിലായതുകൊണ്ട് മാത്രം ക്വാർട്ടർ ഫൈനലിൽ അവർ കളിച്ചു. അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് മുന്നേറാൻ പറ്റിയിട്ടില്ല. മിക്കവാറും തന്നെ നോക്കൗട്ടിലേക്ക് എത്താറുണ്ടെങ്കിലും അവർ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാറില്ല. ബാക്കിയുള്ള കളികളിലൊക്കെ അവർ മിക്കവാറും എന്താ പറയണ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഔട്ടാവും. നല്ലൊരു ശതമാനം അവർ നോക്കൗട്ടിൽ ചെന്നിട്ടുണ്ട്. മാക്സിമം ചെന്നേക്കണ ക്വാർട്ടർ ഫൈനലിലാണ് 1970-ലും 1986-ലും. 18ാമത്തെ പ്രാവശ്യമാണ് 18 പ്രാവശ്യം അവർ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല ടീമുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി കളിക്കാരുണ്ട്. വേൾഡിലെ മിക്കവാറും എല്ലാ ക്ലബ്ബുകൾക്കും വേണ്ടി കളിക്കുന്നതാണ്. അവരുടെ ശൈലി ഒരു ബ്രസീലിൻ്റെ ഒക്കെ പോലെ സൗത്ത് അമേരിക്കൻ ശൈലിയാണെങ്കിലും അവരുടെ ഡിഫൻസിൽ ഊന്നിയിട്ടുള്ള കളിയാണ്. നല്ല ഡിഫൻഡേഴ്സാണ്. പിന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്താണ് അവർ ഗോളുകൾ വാങ്ങുന്നത്. അവരുടെ ഡിഫൻഡേഴ്സിന് തകർത്ത് ഗോളടിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ ക്വാർട്ടർ ഫൈനൽ മുതലുള്ള മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ടീം പതറുന്നതാണ് കണ്ടേക്കുന്നത്. ഏതായാലും സൗത്ത് ആഫ്രിക്കനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കരുതുന്നത്. ഇനി നമ്മളൊന്നും കാണാത്ത എന്തായാലും ഏതൊക്കെ കൺട്രികളാണെങ്കിലും വേൾഡ് കപ്പിൽ വരുമ്പോൾ അവരുടെയൊക്കെ കംപ്ലീറ്റ് ഇത് മാറും. നമ്മൾ കണ്ടതാണ് കാമറൂണിൻ്റെ ഒരൊറ്റ കളിക്കാരൻ റോജൽ മില ആ ടീമിനെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചതാണ്. വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ മിക്കവാറും പല ടീമുകളിലും അവരുടെ ക്യാരക്ടേഴ്സ് ചേഞ്ചായിട്ട് മാറാറുണ്ട്. സിയോള് വേൾഡ് കപ്പ് അതായത് 2002 സൗത്ത് കൊറിയ സെമി ഫൈനലിൽ വരെ എത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കളി ബോറിംഗ് ആയിരിക്കത്തില്ല. സാധാരണഗതിയിൽ മെക്സിക്കോ കൂളായിട്ട് അതിൻ്റെ അകത്ത് ജയിക്കും. എന്നാലും സൗത്ത് ആഫ്രിക്ക എങ്ങനെ കളിക്കണമെന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഏതായാലും നമ്മൾ ഇന്ന് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ ഗ്രൂപ്പിൽ 4 ടീമുണ്ട്. മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, 2 പേരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് സൗത്ത് കൊറിയ ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക്കും ഉണ്ട്. സൗത്ത് കൊറിയ എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്ഥിരമായിട്ട് നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്നതാണ്. അവരിതിനോടകം 12 വേൾഡ് കപ്പ് ടൂർണമെൻറ്റുകളിൽ കളിച്ചിട്ടുണ്ട്. ഒരുവിധമുള്ള യൂറോപ്യൻ ക്ലബ്ബുകളിലൊക്കെ സൗത്ത് കൊറിയയുടെ കളിക്കാരൊക്കെ ഉണ്ട്. ക്യാപ്റ്റന്മാരെ ആയിട്ട് കളിക്കുന്നുണ്ട്. അതിൽ സോൺ ഹ്യുങ് മിൻ എന്ന് പറഞ്ഞ അവരുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ഒരുവിധമുള്ള എല്ലാ യൂറോപ്യൻ ടീമുകളിലും ഇവരുണ്ട്. ബ്രെയിൻ മ്യൂണിച്ച് കളിക്കണ കിം മിൻ ജി. സൗത്ത് കൊറിയ നല്ലൊരു ടീമാണ്. എന്നിരുന്നാലും അവർക്ക് മെക്സിക്കോയെയും സൗത്ത് ആഫ്രിക്കനെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റും. മെക്സിക്കോ പിന്നെ നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റും. അതുപോലെ തന്നെ 4ാമതുള്ള ടീം ചെക്ക് റിപ്പബ്ലിക്കാണ്. ചെക്ക് റിപ്പബ്ലിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പണ്ട് ചെക്കോസ്ലാവിയ ആയിരുന്ന കാലഘട്ടത്തിൽ 1934 വേൾഡ് കപ്പിൽ അവർ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 38 ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 1962 എഗെയിൻ റണ്ണറപ്പ് ആയിട്ടുണ്ട്. 1990 ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. പിന്നീട് ആ കൺട്രി 2ആയി. അതറിയാമല്ലോ. ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കാണ്, ചെസ്നിയ എന്നൊക്കെയാണ് പറയണത്. ചെക്ക് റിപ്പബ്ലിക്കായിട്ട് 1998 മുതൽ അവർ കളിക്കാൻ തുടങ്ങിയേക്കണേ. അതിൽ 2006 അവർ ക്വാളിഫൈ ആയതുള്ളൂ. ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടായി. പിന്നെ 2006 ക്വാളിഫൈ ആയി ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടായതിനു ശേഷം അവരാദ്യമായിട്ട് ക്വാളിഫൈ ചെയ്തേക്കുന്നത് 2026 ചെക്കോസ്ലാവിയ ആയിരുന്ന കാലഘട്ടത്തിൽ അവർ 1976 യൂറോപ്യൻ ചാമ്പ്യനായിരുന്നു.
80-ൽ തേർഡ് പ്ലേസ് ആയിരുന്നു. ചെക്ക് റിപ്പബ്ലിക് ആയതിനു ശേഷം 2004-ൽ സെമി ഫൈനൽ കളിച്ചിട്ടുണ്ട്, 12-ൽ ക്വാർട്ടർ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അവരുടെ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇപ്പം പഴയ ചെക്കോസ്ലാവിയ അല്ല ചെക്ക് റിപ്പബ്ലിക്. എന്ന് വെച്ച് മോശം ടീമാണെന്നും പറയാൻ പറ്റില്ല. അവരുടെ കളിക്കാരും വേൾഡിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ക്ലബ്ബുകളിലും കളിക്കാൻ നല്ല നല്ല കളിക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഏറ്റവും മീൻസ് എല്ലാം ഒരേപോലെയുള്ള ഒരു ടീമായത് കാരണം ഇത്തിരി വീക്കായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് സൗത്ത് ആഫ്രിക്കയാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നത്തെ രാത്രിത്തെ കളി കണ്ടാലേ അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ബാക്കി എല്ലാ ടീമും മെക്സിക്കോന് സൗത്ത് കൊറിയനെ തോൽപ്പിക്കാം, ചെക്ക് റിപ്പബ്ലിക്കിനെയൊക്കെ തോൽപ്പിക്കാം, അതുപോലെ തന്നെ സൗത്ത് കൊറിയക്ക് ഈ പറയുന്ന എല്ലാവരെയും തോൽപ്പിക്കാം, ചെക്ക് റിപ്പബ്ലിക്കിന് ഈ 3 ടീമിനെയും തോൽപ്പിക്കാം. അത് കാരണം ഈ ഗ്രൂപ്പിൽ കളികളെല്ലാം കഴിയുമ്പോൾ സ്റ്റാൻഡിങ് എന്താണെന്ന് അൺപ്രഡിക്റ്റബിളാണ്. ഓരോ കളി എല്ലാവരും ജയിച്ച് കഴിഞ്ഞിട്ട് ഓരോ കളി ഡ്രോ ആയി കഴിഞ്ഞാൽ 4 പോയിന്റ് വെച്ചാവും. പിന്നെ അടിച്ച ഗോളും അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ വരും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഹോം ഗ്രൗണ്ട് മെക്സിക്കോ എപ്പോഴൊക്കെ ഹോം ഗ്രൗണ്ടിൽ കളിക്കേണ്ട അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തി ചരിത്രമുണ്ട്. കാരണം മെക്സിക്കോ ആയിരിക്കും മിക്കവാറും ഈ ഗ്രൂപ്പിൽ നിന്ന് 1ാം സ്ഥാനക്കാരായിട്ട് മുന്നേറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിർബന്ധമൊന്നുമില്ല. ചെക്ക് റിപ്പബ്ലിക്കും ആകാൻ സാധ്യതയുണ്ട്, കൊറിയക്കും ആകാം. കൊറിയ നല്ല ടീമാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് മെക്സിക്കോ നമ്പർ 1-ഉം നമ്പർ 2-ന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് കൊറിയയായിട്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. മിക്കവാറും സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കനെ എത്ര ഗോളിൽ തോൽപ്പിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും 2ും 3ും പൊസിഷൻ വരുന്നത്. മിക്കവാറും എല്ലാവരും ഓരോ കളിയൊക്കെ ജയിക്കുന്ന രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് 3rd പൊസിഷൻ നോക്കൗട്ട് സ്റ്റേജിൽ 32 ടീമിലോട്ട് മുന്നേറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെക്സിക്കോ, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക് ഇത് 3ഉം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആര് ഫസ്റ്റ് വരും, സെക്കൻഡ് വരും, തേർഡ് വരുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു ഗ്രൂപ്പാണ്. മെക്സിക്കോ അവരുടെ സ്വന്തം നാട്ടിൽ കളിക്കുന്ന കാരണം അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ബാക്കി കളി കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.